ഞാൻ 2002 വനംവകുപ്പിൽ വരുന്നത്. അതിനുശേഷം സ്പോർട്സിൽ പങ്കെടുക്കുകയും സ്റ്റേറ്റിൽ വിൻ ചെയ്യുകയും അങ്ങനെ 2005-2006 കാലഘട്ടത്തിൽ നാഷണലിൽ 400-ൽ ചാമ്പ്യനാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ക്രിക്കറ്റിൻ്റെ ഒരു CSPയിൽ കളിക്കുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ ഇവിടെ വയനാട് ജില്ലയിൽ CSPയിൽ കളിക്കും. അപ്പോൾ അതിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം കൊറോണ കാലത്ത് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്വാർട്ടേഴ്സിൽ ഒരു പിച്ചിട്ട് ചുമ്മാ കളിച്ച് നോക്കിയപ്പോഴാണ് അപ്പോൾ എൻ്റെ 2 മക്കൾക്കും ക്രിക്കറ്റിൽ ചെറിയൊരു കഴിവുണ്ടെന്ന് തോന്നി. ഒരാൾ നാച്ചുറലായിട്ട് തന്നെ ബോളിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ നന്നായിട്ട് ക്രിക്കറ്റ് പരിശീലിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അവിടെ ഒരു പിച്ചുണ്ടാക്കി നെറ്റ്സ് ഇട്ടു. അതിനുശേഷം ഇപ്പോൾ സ്റ്റേറ്റ് കളിക്കുന്ന അജനാസ് പിന്നെ ഒരു റാഫി എന്ന് പറഞ്ഞ 2 പേര് വന്നിട്ട് ബേസിക് പഠിപ്പിക്കുകയും അതിനുശേഷം ക്രിക്കറ്റിൽ അക്കാഡമിയിൽ കൊറോണ കാലം ശേഷം അക്കാഡമിക്ക് പോയി പഠിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ മക്കളെ ഞാനിങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഫീൽഡിൽ വരുന്ന സമയത്ത് ചെറിയ കുട്ടികളെ കാണുമ്പം എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മക്കൾ അന്ന് അവിടെ പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് കയറാനുള്ള ഒരു അവസരം അവർക്കുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് ആദ്യമൊന്നും വിശ്വാസമായിട്ടില്ല. ഞാനിങ്ങനെ കൃഷ്ണഗിരി നിങ്ങളെ പഠിപ്പിക്കാൻ പോകാം, പിന്നെ ഞാനൊരു ബാറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ബാറ്റ് ഞാൻ മഞ്ഞക്കൊന്ന മരത്തിന് കൊണ്ട് ഒരു ബാറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ബോളൊക്കെ കൊടുത്തു. അവർക്ക് പിന്നീട് താല്പര്യമായി. അങ്ങനെയാണ് ഞാൻ ഇവരെ 5 പേരെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലേക്ക് കോച്ചിങ്ങിന് വിട്ടു. അവിടെ കോച്ചിങ്ങിന് വിട്ടുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്ന ബേസിക്കാണ് പഠിപ്പിക്കുക. അത് നമുക്ക് വീട്ടിൽ വന്നിട്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു നെറ്റ്സ് പിച്ച് സെറ്റ് ചെയ്ത് അതിന് ഫുൾ സപ്പോർട്ടാണ് കുട്ടികളൊക്കെ, പാരൻസും സപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് നല്ല ടാലൻ്റുള്ള കുട്ടികൾ ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു 2 മാസക്കാലമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഭാവിയിൽ ക്രിക്കറ്റിലേക്ക് ഏതെങ്കിലും ഒരാൾ കുറച്ച് പേരെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പിന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിന്നും പിന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് പോയി പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പം ഇവിടെ വന്ന് നമ്മൾ ഒരാൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏത് സമയത്തും വനം വകുപ്പിലുള്ള ആൾക്കാർ ഈ പ്രദേശമായിട്ട് ഇപ്പം കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഡ്യൂട്ടി വരാനായിട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പം സമയമുണ്ടെങ്കിൽ അവർക്ക് കോച്ചിങ് നൽകാമെന്നുള്ള കണ്ടീഷനിലാണ് ഞാനിപ്പം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വനത്തിനകത്തുള്ളൊരു പ്രദേശമാണ്. 3 ഭാഗം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മളെ സോഷ്യൽ വെൽഫെയർ സ്കീം ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഇവർക്ക് കിറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് പരിപാടികൾ നമ്മൾ ആദിവാസികളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ കോച്ചിങ് കൊടുക്കുക, ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുക, പുസ്തകങ്ങൾ അതുപോലത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ജീവനക്കാർ, പ്രത്യേകിച്ചും കുഞ്ഞമ്മ ഫോറസ്റ്റർ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു വളരെയധികം സ്വാഗതമായ കാര്യമാണ്. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടാവും. എക്യുപ്മെൻറ്റ് കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ കുട്ടികളെ നല്ല രീതിക്ക് അത് ഇപ്പം ബാറ്റ് അത് ചെറിയ വിജയ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ശരിക്കും 4 സൈസ് ബാറ്റ് വേണം. അങ്ങനത്തെ ബാറ്റൊന്നുമില്ല. അപ്പം ഇവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു കുട്ടി 2 വർഷമായിട്ട് ഞാൻ തന്നെ എൻ്റെ പിന്നെ ഇതിൽ ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അവനിപ്പം അണ്ടർ 14 അണ്ടർ 16 ഒരു സെലക്ഷൻ കഴിഞ്ഞു. പക്ഷേ അത് ഏജ് കുറവായതുകൊണ്ട് 16ലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. അടുത്ത അണ്ടർ 14 സെലക്ഷനിൽ അവനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.